നമ്മുടെ KM ഷാജിയുടെ കുട്ടികളോടാണ്. നിങ്ങൾ തെറി വിളിക്കുന്നതൊന്നും എനിക്ക് വിഷമമുള്ള കാര്യമല്ല. പക്ഷേ തെറി വിളിക്കുമ്പോൾ കുറച്ചൊക്കെ പുതുമയുള്ള തെറി വിളിച്ചാൽ നല്ലത്. കാരണം പുതിയൊരു തെറി പഠിക്കാമല്ലോ. നമ്മൾ കേൾക്കാത്ത തെറിയൊന്നും നിങ്ങളെ കൊണ്ട് വിളിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ വിളിക്കുന്നുവെങ്കിൽ ഈ കേട്ട് തഴമ്പിച്ച തെറികളൊന്ന് ഒഴിവാക്കി തരിക. അച്ഛനും അമ്മയ്ക്കും ഉള്ളതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അത്തരം തെറിക്കൊന്നും പുതുമയില്ല. പുതുമയുള്ള തെറികൾ വിളിക്കാൻ ശ്രമിക്കുക. എന്തായാലും തെറിവിളി നിർത്തണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കൾച്ചർ സംസ്കാരം കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തെറിവിളി അഭംഗുരം നടക്കട്ടെ. പക്ഷേ ഞാൻ ഉന്നയിച്ച പോയിന്റുകൾ ഷാജി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് ഏതെങ്കിലും തരത്തിൽ വിരോധമുണ്ടായിട്ട് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് BJPക്ക് സംഘപരിവാരത്തിന് കൂടുതൽ ദൃശ്യത ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഒരാളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഷാജിയെ പോലെ അധികാരത്തിലിരിക്കുന്ന ഒരാളാവുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. മുട്ടിന് ഫെഡറൽ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സംഘപരിവാരത്തിൻ്റെ അജണ്ട എല്ലാ മേഖലകളിലേക്കും വിന്യസിപ്പിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. ആ നയത്തിൻ്റെ ഭാഗമായി അവർ എല്ലാ മേഖലകളിലും തങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധം തീർക്കുന്ന ഒരു സമൂഹമാണ്, ഒരു മതനിരപേക്ഷ സമൂഹമാണ്. ആ സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കി മത അടിസ്ഥാനത്തിൽ വിഭജിച്ച് BJP കാര്യം കാണാൻ ശ്രമിക്കുമ്പോൾ പൊതുവെയുള്ള ഷാജിയെ പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടത് അതിനെതിരെ കഴിയാവുന്ന പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് BJPയുടെ ഐഡിയോളജിയെ ന്യായീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതല്ലേ. കേന്ദ്ര സർക്കാർ ചെയ്യുന്നതാണ്. പക്ഷേ ആ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നത് BJPയുടെ അജണ്ടകളാണ്, സംഘപരിവാരത്തിൻ്റെ അജണ്ടകളാണ്, RSSൻ്റെ അജണ്ടകളാണ്. ആ അജണ്ടകൾ നടപ്പിലാക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. നമ്മുടെ സർവകലാശാലകൾ നിങ്ങൾ കാണുന്നില്ലേ? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ VD സതീശൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ആ ഇടപെടലുകൾ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കായിരിക്കുന്നുവെന്ന്. അപ്പോൾ ഇത് ഒരു പ്രതിരോധം ഉണ്ടാകുന്നില്ല എങ്കിൽ എല്ലാ മേഖലകളിലും ഈ ഇടപെടലുണ്ടാകും. അത് നമ്മുടെ സമൂഹത്തിനെ വല്ലാതെ ബാധിക്കും. നമ്മൾ ഈ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുന്നത് ഒരുപാട് കാലം കൊണ്ടുണ്ടാക്കിയെടുത്ത ഒന്നാണ്. ആ ഇടതുപക്ഷ മനസ്സിൽ നിന്നുള്ള വ്യതിചലനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഏറ്റവും തരം താണ ഒന്നായി മാറും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. ബീഹാറിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ കാണുന്ന പോലെയുള്ള ഒരു പതനമായിരിക്കില്ല അത്. അതിതീവ്ര ഹിന്ദുത്വവാദികളെ കൊണ്ട് കേരളം നിറയും. അതുണ്ടാവാൻ പാടില്ല. ആ ജാഗ്രതയാണ് കാണിക്കേണ്ടത്. അധികാരത്തിലിരുന്നു കൊണ്ട് BJPക്ക് വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് എന്തിനാണ് ഷാജിയെ പോലെയുള്ള ആളുകൾ ഈ പണിയെടുക്കുന്നത്? CPMനോടുള്ള വിരോധം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളത് പ്രകടിപ്പിച്ചോളൂ. CPM വിരോധം നിങ്ങൾ പ്രകടിപ്പിച്ചോളൂ, CPMനെതിരെ വിമർശിച്ചോളൂ, നല്ല കാര്യം തന്നെ. പക്ഷെ അതിൻ്റെ പേരിൽ BJPയെ ന്യായീകരിക്കുകയും അവരുമായി കൂട്ടുകൂടുകയും ജനങ്ങളുടെ ഇടയിൽ അവർക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കുകയും ചെയ്യുന്ന നിലപാടുകൾ ഉണ്ടാക്കരുത്. ഇതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം. ഇത് പറയുമ്പം ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇത് അണികളോട് കൂടി പറയണം. വെറുതെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. തിരുത്താനുള്ള ഒരു ശക്തിയായി അണികൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവിടെ മാഷാള്ള സ്റ്റിക്കർ, പിന്നെ കാഫ് സ്ക്രീൻഷോട്ട് പോലെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാനത് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ പറയൂ. എനിക്കതിൽ തടസ്സമൊന്നുമില്ല. നിങ്ങളൊരു കാഫിർ സ്ക്രീൻഷോട്ടിനെ പറ്റിയിട്ടോ ഒരു മാഷാള്ള സ്റ്റിക്കറിനെ പറ്റിയോ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ടത് പറയുന്നില്ല എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഐഡിയ എൻ്റെ വായിലേക്ക് വെച്ചിരുന്ന പരിപാടിയാണ്. നടക്കില്ല. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് കൂടുതൽ നല്ലത് ഏത് എന്നാണല്ലോ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഷാജിയെ വിമർശിക്കുന്നത്, UDF നയങ്ങളെ വിമർശിക്കുന്നത്, VD സതീശനെ വിമർശിക്കുന്നത് ഒക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് വ്യക്തിപരമായ ഒരു വിരോധവുമില്ല. അണികൾക്കത് മനസ്സിലായിട്ടില്ല എന്നാണ് ഈ തെറിവിളി കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇക്കാര്യം എടുത്തു പറഞ്ഞത്. നന്ദി, നമസ്കാരം.